ഡോക്ടർമാർ സജസ്റ്റ് ചെയ്തിട്ടുള്ളത് അത് മുഴുവൻ പരിപൂർണമായിട്ടും സൗജന്യമായിട്ട് കൊടുക്കുന്ന നിലയിലുള്ള ഒരു പദ്ധതിയാണ്. ഇത് കേരളത്തിൽ വേണ്ടത്ര പ്രചരണം ഇല്ലാത്തത് മൂലം BJPയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രായാധിക്യം വർദ്ധിച്ച് ആ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന അച്ഛനമ്മമാർക്ക്, മുതിർന്നവർക്ക് എത്രയോ നല്ല പദ്ധതികൾ പ്രധാനമന്ത്രിയുടെ സൗജന്യമായി ലഭിക്കുന്നത് എത്ര പേർക്കറിയാം. അതേക്കുറിച്ച് ഇന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാനും ബോധവൽക്കരണം നടത്താനും ജനങ്ങൾക്കത് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ നടപ്പിലാക്കാനും കോട്ടയം ജില്ലാ നേതൃത്വത്തിൻ്റെ വക പൊൻകുന്നത്ത് സംഘടിപ്പിച്ച ഈ പരിപാടി കോട്ടയം ജില്ലാ പ്രസിഡന്റ് റോയ് ചാക്കോ, അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറിമാരായ രാജകുമാർ സാറ്, അഖിൽ സാറ്, ഇവരൊക്കെ ഈ പങ്കെടുത്തൊരു പരിപാടി നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് ജനം അറിയാതെ പോകേണ്ടതല്ല, ജനങ്ങൾക്ക് ലഭ്യമാകേണ്ട ഒരു പദ്ധതിയാണ്. ഇതേക്കുറിച്ച് നമ്മളോട് VC അജികുമാർ സാർ, കോട്ടയം ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്, അദ്ദേഹം സംസാരിക്കുന്നത്. BJP കോട്ടയം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് പൊൻകുന്നത്തുള്ള ജില്ലാ ഓഫീസിൽ വെച്ച് ഇവിടെ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, നൂറുകണക്കിന് ജനോപകാരപ്രദമായിട്ടുള്ള കേന്ദ്ര പദ്ധതികളാണ് നിലവിലുള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി വയോശ്രീ പദ്ധതി. ഈ പദ്ധതിയുടെ വിശദാംശം എന്ന് പറയുന്നത്, ഈ പദ്ധതിയിൽ നമ്മൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള വൃദ്ധജനങ്ങൾ, അതേപോലെ തന്നെ 60 വയസ്സിന് താഴെ അംഗവൈകല്യം ഉള്ള ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾക്ക് മെഡിക്കൽ ഉപകരണങ്ങൾ അത് നൽകുന്ന സൗജന്യമായിട്ട്, തീർത്തും നിർധനരായിട്ടുള്ള ആളുകൾക്ക് പരിപൂർണമായിട്ടും സൗജന്യമായിട്ട് നൽകുന്ന ഒരു പദ്ധതിയാണ്. അത് അതിൻ്റെ പേര് തന്നെ പ്രധാനമന്ത്രി വയോജന പദ്ധതി എന്നാണ് ആ പദ്ധതിയുടെ പേര്. അപ്പോൾ അതിൻ്റെ ഒരു പ്രചരണാർത്ഥം കൂടുതൽ ആളുകൾക്ക് ജനകീയമായിട്ട് ഈ പദ്ധതിയുടെ ഗുണഫലങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ ഓഫീസിൽ വെച്ച് തന്നെ ഒരു ക്യാമ്പ് എന്നുള്ള നിലയിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇതിനു വേണ്ടിയിട്ട് ഓൺലൈൻ വഴി വലിയ പ്രചരണങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ ധാരാളം മുതിർന്ന ആളുകൾ, വളരെയധികം ശാരീരികമായിട്ട് വിഷമിക്കുന്ന ധാരാളം ആളുകൾ ഇവിടെ വന്നു. അവർക്കെല്ലാം ഇവിടെ ഒരു മെഡിക്കൽ സംഘം, BJPയുടേതായിട്ടുള്ള ഒരു മെഡിക്കൽ സംഘം, ഡോക്ടർ ഉൾപ്പെടെയുള്ള ഒരു സംഘം ഇവരെല്ലാം പരിശോധിക്കുകയും അവരുടെ ട്രീറ്റ്മെൻറ്റ് സർട്ടിഫിക്കറ്റുകൾ അടക്കമുള്ളത് പരിശോധിച്ച് അവർക്ക് വേണ്ട ഉപകരണങ്ങൾ നൽകുന്ന ഒരു ക്രമീകരണം ഇവിടെ ചെയ്തിട്ടുണ്ട്. നൂറുകണക്കിന് ആളുകൾക്ക് ഈ ഒരു പദ്ധതിയിലൂടെ, അത് കേൾവി പ്രശ്നമുള്ളവരെ, അതേപോലെ തന്നെ കണ്ണിൻ്റെ പ്രശ്നമുള്ളവരെ, അതേപോലെ തന്നെ കിടപ്പ് രോഗികൾ, ഇങ്ങനെയുള്ള ആളുകൾക്ക്, അങ്ങനെ ഈ 60 വയസ്സിന് മുകളിലോട്ട് എന്തൊക്കെയാണ് മെഡിക്കൽ ഉപകരണങ്ങൾ അവർക്ക് ഡോക്ടർമാർ സജസ്റ്റ് ചെയ്തിട്ടുള്ളത് അത് മുഴുവൻ പരിപൂർണമായിട്ടും സൗജന്യമായിട്ട് കൊടുക്കുന്ന നിലയിലുള്ള ഒരു പദ്ധതിയാണ്. ഇത് കേരളത്തിൽ വേണ്ടത്ര പ്രചരണം ഇല്ലാത്തത് മൂലം BJPയുടെ നേതൃത്വത്തിൽ നല്ലൊരു പ്രചരണം കൊടുത്ത് പാവപ്പെട്ട ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് ഞങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ലളിതമായിട്ട് നമ്മുടെ ഫോണിലൂടെ തന്നെ നമുക്ക് അപേക്ഷിച്ച് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആകാം. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ, CSI സെൻറ്ററുകൾ, ഇതുവഴിയൊക്കെ നമുക്ക് ഈ അപേക്ഷകർക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഉൾപ്പെടെ നമുക്കത് ഓൺലൈനായിട്ട് നമുക്ക് സമർപ്പിക്കാം. ആവശ്യമായിട്ടുള്ള രേഖകളെന്ന് പറയുന്നത് ആധാർ കാർഡ്, പ്രായം തെളിയിക്കുന്ന രേഖ, അതേപോലെ ആവശ്യമെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ള ലളിതമായിട്ടുള്ള രേഖകൾ മാത്രം സമർപ്പിച്ചാൽ മതി. കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ പദ്ധതി പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ നടപ്പാക്കിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കൾ നമുക്കറിയാം, കണ്ണട ഈ പദ്ധതിയിലൂടെ ലഭിക്കും. അതേപോലെ തന്നെ കേൾവി യന്ത്രം അത് ലഭിക്കും. വാക്കിംഗ് സ്റ്റിക്ക്, ക്രച്ചുകൾ, വാക്കർ, അതേപോലെ ട്രൈപോഡ്, കോഡ് പോഡ് സ്റ്റിക്ക്, വീൽ ചെയർ, കൃത്രിമ പല്ല്, കമോഡ് ചെയർ, ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ ശാരീരിക വൈഷമ്യങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ ഒരു സവിശേഷത.